നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 78ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മോദി സ്ത്രീകൾക്കെതിരായ ബലാത്സംഗങ്ങളിലും അതിക്രമങ്ങളിലും അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ രോഷം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ അന്വേഷിക്കണം. അത്തരം പൈശാചിക പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നും മോദി പറഞ്ഞു. സാമൂഹിക ആത്മപരിശോധനയുടെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തു. കുറ്റവാളികൾക്കിടയിൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കുകയും ചെയ്യണമെന്നും പറഞ്ഞു. ഇന്ന് ചെങ്കോട്ടയിൽ നിന്ന് എന്റെ വേദന പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതുമൂലം സാധാരണക്കാർക്കിടയിൽ അമർഷമുണ്ട്. ആ ദേഷ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയും, അദ്ദേഹം പറഞ്ഞു. അസ്വസ്ഥജനകമായ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നുണ്ട്. ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കുറ്റവാളികൾക്കിടയിൽ വളർത്തണം. ഇത്തരം പാപങ്ങൾ ചെയ്യുന്നവർ തൂക്കിലേറ്റപ്പെടുമെന്ന് അറിയണമെന്നും അദ്ദേഹം രാജ്യത്തോടും സമൂഹത്തോടും സംസ്ഥാന ഗവൺമെന്റുകളോടും ഈ വിഷയം വളരെ അടിയന്തരമായി അഭിസംബോധന ചെയ്യാൻ അഭ്യർത്ഥിച്ചു. കൂടാതെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വേഗത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ഭയാനകമായ പ്രവൃത്തികൾക്ക് ഉത്തരവാദികളായവർ കാലതാമസം കൂടാതെ കർശനമായ ശിക്ഷ അനുഭവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ ഡ്യൂട്ടി ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സ്ത്രീകളുടെ അവകാശങ്ങളിലെ പുരോഗതിയുടെ പ്രശ്നം അഭിസംബോധന ചെയ്യവേ ശമ്പളത്തോടു കൂടിയ പ്രസവാവധി 12 ആഴ്ചയിൽ നിന്ന് 26 ആഴ്ചയായി നീട്ടുന്നതിനെ കുറിച്ച് മോദി ചർച്ച ചെയ്തു. ശമ്പളത്തോടു കൂടിയ പ്രസവാവധി നീട്ടുന്നത് സ്ത്രീകളോടുള്ള ബഹുമാനം മാത്രമല്ല, അമ്മയുടെ പരിചരണത്തിലുള്ള കുട്ടി ഒരു മാതൃകാപരമായ പൗരനാകുമെന്ന് ഉറപ്പാക്കാൻ ചിന്തനീയമായ തീരുമാനങ്ങൾ എടുക്കുക കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജോലി ചെയ്യുന്ന അമ്മമാരെയും അവരുടെ കുട്ടികളെയും പിന്തുണയ്ക്കുന്നതിനുള്ള അനുകമ്പയും ഭരണഘടനാപരമായ സമീപനവുമാണ് ഈ മാറ്റം പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം അടിവരയിട്ടു. സ്വയം സഹായ ഗ്രൂപ്പുകളിൽ ഏകദേശം 10 കോടി പുതിയ സ്ത്രീകളെ ഉൾപ്പെടുത്തിയതിനെ അദ്ദേഹം പ്രശംസിച്ചു. കുടുംബ തീരുമാനങ്ങൾ എടുക്കുന്നതിലും വിശാലമായ സാമൂഹ്യ മാറ്റത്തിലും അവരുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് എടുത്തു കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.